ഹലോ സർ, ഞാൻ ടുഫി ആപ്പിൽ നിന്നുള്ള ഗുലാബ് പട്ടേൽ. വിദ്യാർത്ഥിയുടെ ഫീസ് എങ്ങനെ ചേർക്കാമെന്നും ഒരൊറ്റ വിദ്യാർത്ഥിയുടെ തീർപ്പ് കൽപ്പിക്കാത്ത ഫീസ് എങ്ങനെ പരിശോധിക്കാമെന്നും ഇവിടെ നമ്മൾ പഠിക്കും. വിദ്യാർത്ഥിയെ എങ്ങനെ ചേർക്കാമെന്നും വിദ്യാർത്ഥികളുടെ പ്രൊഫൈൽ കാണാമെന്നും ഞങ്ങൾ ഇതിനകം പഠിച്ചു. ഒപ്പം മാർക്ക് അറ്റൻഡൻസുകളും. ഇപ്പോൾ ഞങ്ങൾ ടുഫി ആപ്പിന്റെ ഫീസ് രീതി പരിശോധിക്കാൻ പോകുന്നു. ഡാഷ്ബോർഡിലേക്ക് വരിക. പെൻ ഐക്കൺ ഉപയോഗിച്ച് ഫീസ് വാചകം ഇവിടെ കാണാം. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് 3 ഓപ്ഷനുകൾ കാണിക്കും. ആദ്യത്തേത് പുതിയ ഫീസ് ചേർക്കുക. രണ്ടാമത്തേത് ഡ്യൂ ഫീസ്. മൂന്നാമത്തേത് കളക്ടഡ് ഫീസ്. ഇപ്പോൾ ഞങ്ങൾ ചേർക്കാൻ പോകുന്നു. വിദ്യാർത്ഥിക്ക് പുതിയ ഫീസ്, അതിനാൽ പുതിയ ഫീസ് ചേർക്കുക ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ എല്ലാ വിദ്യാർത്ഥികളുടെ പട്ടിക കാണിക്കും. നിങ്ങൾക്ക് പേര് ഉപയോഗിച്ച് തിരയാനും ബാച്ച് പ്രകാരം ഫിൽട്ടർ ചെയ്യാനും കഴിയും. ഇപ്പോൾ നിങ്ങൾ ഫീസ് ചേർക്കാൻ ആഗ്രഹിക്കുന്ന പട്ടികയിൽ നിന്ന് ഏതെങ്കിലും വിദ്യാർത്ഥിയെ തിരഞ്ഞെടുക്കുക. മുകളിൽ ഫീസ് തരം, ഫീസ് തുക എന്നിവ പോലെ വിദ്യാർത്ഥിയെക്കുറിച്ചുള്ള ചില അടിസ്ഥാന വിവരങ്ങൾ ആപ്ലിക്കേഷൻ കാണിക്കും. ലഭ്യമാണെങ്കിൽ പണമടച്ചുള്ള ഫീസ് ലിസ്റ്റും. ഇപ്പോൾ സ്ക്രീനിന്റെ മുകളിൽ ദൃശ്യമാകുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഐക്കൺ ആപ്പ് ചേർക്കുക ക്ലിക്ക് ചെയ്യുന്നത് ഒരു പുതിയ ആഡ് ഫീസ് ഡയലോഗ് തുറക്കും. ആദ്യം പേയ്മെന്റ് തീയതി സജ്ജമാക്കുക. തുടർന്ന് ഫീസ് ആരംഭ തീയതി തിരഞ്ഞെടുക്കുക. തുടർന്ന് ഫീസ് അവസാന തീയതി തിരഞ്ഞെടുക്കുക. തുടർന്ന് പണമടച്ച തുക സജ്ജമാക്കുക. ബാധകമെങ്കിൽ കിഴിവ് സജ്ജമാക്കുക. പണം, ഗൂഗിൾ പേ അല്ലെങ്കിൽ ചെക്ക് പോലുള്ള പേയ്മെന്റ് മോഡ് സജ്ജമാക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരാമർശം സജ്ജമാക്കുക. തുടർന്ന് ആഡ് ഫീസ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഫീസ് ചേർക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ റദ്ദാക്കുക അല്ലെങ്കിൽ ആഡ് ഫീസ് ഡയലോഗിന്റെ വശത്ത് ക്ലിക്ക് ചെയ്യുക. ഒരു പുതിയ ഫീസ് ചേർത്തതിനു ശേഷം ആ ഫീസിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അയക്കുക ഫീസ് രസീത് ബട്ടൺ ദൃശ്യമാകും. അതിൽ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ നിങ്ങളോട് 3 ഓപ്ഷൻ ചോദിക്കും. ആദ്യത്തേത് വാട്സപ്പ് ആണ്. രണ്ടാമത്തേത് ഇല്ല. അവസാനത്തേത് SMS ആണ്. അവയിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക. ആപ്ലിക്കേഷൻ കൂടുതൽ പ്രോസസ്സ് ചെയ്യും. ഇപ്പോൾ വീണ്ടും ഡാഷ്ബോർഡിലേക്ക് വരിക. ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വിദ്യാർത്ഥികളിൽ നിന്ന് തീർപ്പ് കൽപ്പിക്കാത്ത ഫീസും പിടിച്ച ഫീസും പരിശോധിക്കും. വീണ്ടും ഫീസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ നിങ്ങളോട് 3 ഓപ്ഷനുകൾ ചോദിക്കും. അവസാന ഫീസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ കുടിശ്ശിക കണക്കാക്കുകയും നിങ്ങളുടെ പട്ടിക കാണിക്കുകയും ചെയ്യും. ഏതെങ്കിലും ഡ്യൂ ഫീസ് ഇനത്തിൽ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ നിങ്ങളോട് 3 ഓപ്ഷനുകൾ ചോദിക്കും. ആദ്യത്തേത് വാട്സപ്പ് ആണ്. രണ്ടാമത്തേത് ഫീസ് ചേർക്കുക. അവസാനത്തേത് SMS ആണ്. നിങ്ങളുടെ ആവശ്യമനുസരിച്ച് അവയിലേതെങ്കിലും തിരഞ്ഞെടുക്കുക. വാട്സപ്പ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ വിദ്യാർത്ഥികൾക്കായി തീർപ്പ് കൽപ്പിക്കാത്ത ഫീസ് ഓർമ്മപ്പെടുത്തൽ സ്ലിപ്പ് സൃഷ്ടിക്കുകയും ഷെയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ആപ്ലിക്കേഷൻ ഈ സ്ലിപ്പ് വിദ്യാർത്ഥിയുമായി നേരിട്ട് പങ്കിടുകയും ചെയ്യും. ഞാൻ ഇവിടെ ചെയ്തതുപോലെ. ഇവിടെ മുകളിൽ നിങ്ങൾക്ക് 2 ഐക്കണുകൾ SMS-ഉം വാട്സപ്പും ഉണ്ട്. എല്ലാ ഡ്യൂ ഫീസ് സ്റ്റുഡന്റ് SMS-ഉം അയക്കണമെങ്കിൽ നിങ്ങൾക്ക് അവയിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ശേഖരിച്ച ഫീസ് പ്രവർത്തനം പരിശോധിക്കാം. ഞങ്ങൾ ശേഖരിച്ച ഫീസ് ഓപ്ഷൻ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശേഖരിച്ച ഫീസ് പേയ്മെന്റ് തീയതി പ്രകാരം ക്രമീകരിക്കുന്നത് കാണിക്കും. ഫീസ് പേയ്മെന്റിനെക്കുറിച്ചുള്ള ചില അടിസ്ഥാന ഡാറ്റ ഉപയോഗിച്ച് വിദ്യാർത്ഥിയുടെ പേര്, ഫീസ് തരം, ഫീസ് തുക, പണമടച്ച ഫീസ് തുക, ഫീസ് ആരംഭ തീയതി, ഫീസ് അവസാന തീയതി എന്നിവ പോലെ ഫീസ് ഇനത്തിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫീസ് രസീത് അയക്കാം. അതിനാൽ ടുഫി ആപ്പിലെ ഫീസ് രീതിയെക്കുറിച്ച് ഇതെല്ലാം. ഫീസ് ഫംഗ്ഷനെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നുവെന്ന് എനിക്ക് പ്രതീക്ഷിക്കാം. ഫീസിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ ക്രമീകരിക്കുന്നതിൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും എന്നെ ബന്ധപ്പെടാനും തുടർന്ന് ഡെവലപ്പർ ബട്ടണുമായി ബന്ധപ്പെടാനും കഴിയും. അതിനാൽ ഇപ്പോൾ ബൈ ബൈ, വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. ഏത് സമയത്താണ് നിങ്ങൾ ഇത് കാണുന്നത്? ഈ വീഡിയോ കണ്ടതിന് നന്ദി.